എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയവിടേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ റീവാലുവേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം എന്നാണ്? റിസൾട്ട് ഇന്ന് വരുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. +2നൊപ്പം വരുമോ, അതോ എത്ര ദിവസം ഇനി കാത്തിരിക്കേണ്ടി വരുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം ഡയറക്ടറേറ്റ് DHSE പുറത്തുവിട്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൽ നിങ്ങൾ സംതൃപ്തരല്ല, നിങ്ങൾക്ക് എഴുതിയതിൽ കുറച്ചും കൂടെ മാർക്ക് കിട്ടണമായിരുന്നു, അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പ്രെഡിക്റ്റ് ചെയ്ത മാർക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് സാധാരണ റീവാലുവേഷൻ കൊടുക്കുന്നത്. പിന്നെ രണ്ട് തരത്തിൽപ്പെട്ട വിദ്യാർത്ഥി, ഒന്ന് വിചാരിച്ച മാർക്ക് കിട്ടാത്തവരും, പിന്നെ 1 മാർക്കിനോ 2 മാർക്കിനോ തോറ്റുപോയി. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ 24 ജയിക്കാൻ വേണം, ഒരു 23 22 കിട്ടി തോറ്റുപോയി, എങ്ങനെയും 1 2 മാർക്ക് കിട്ടിയാൽ ജയിക്കുമെന്ന് കരുതി കൊടുക്കുന്നത്. ഈ 2 കൂട്ടം വിദ്യാർത്ഥികളാണ് കൂടുതലും റീവാലുവേഷനായി നൽകുന്നത്. അപ്പോൾ ഇതാ റീവാലുവേഷൻ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം ഇന്നാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? റീവാലുവേഷനായുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിലെ പ്രിൻസിപ്പൾക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത്. നിങ്ങൾ ഏത് സ്കൂളിലാണോ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്നത് ആ സ്കൂളിലെ പ്രിൻസിപ്പൾക്ക് വേണം അപേക്ഷ സമർപ്പിക്കുന്നത്. നിങ്ങൾ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതിയ സ്കൂളിലെ പ്രിൻസിപ്പൾക്ക് വേണം അപേക്ഷ സമർപ്പിക്കാൻ. റീവാലുവേഷൻ റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ ഈ മെയ് മാസം അവസാനത്തിന് മുമ്പായിട്ട്, ഇന്ന് 12-ാം തീയതി, ഇന്ന് റീവാലുവേഷനുള്ള ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ 2 ദിവസത്തിനകം തന്നെ അതിൻ്റെ വാല്യുവേഷൻ നടപടികൾ ആരംഭിക്കും. ശേഷം ടാബുലേഷൻ നടപടികൾ, ശേഷം ഉടൻ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പോലുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ റീവാലുവേഷൻ റിസൾട്ടും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊട്ടും വൈകിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് സമയമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കും. ഒരു മെയ് 30-നകം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, മെയ് 30-ന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മിസ്കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.